എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു നാട്ടുരാജാവ് വിദേശ അധിനിവേശ ശക്തിയെ കടലിൽ വെച്ച് പരാജയപ്പെടുത്തിയ അത്യപൂർവവും അഭിമാനകരവുമായ സംഭവമാണ് കുളച്ചൽ യുദ്ധം. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ലോകശക്തിയായിരുന്ന ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടിയ ഈ ചരിത്രപ്രസിദ്ധമായ യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. കേരള PSC പരീക്ഷകളിൽ കേരള ചരിത്രത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ടോപ്പിക്ക് പൂർണ്ണമായും കവർ ചെയ്യാൻ വീഡിയോ അവസാനിക്കുന്നതുവരെ കാണുക. പ്രധാനപ്പെട്ട പോയിന്റുകൾ നോട്ട് ചെയ്തു വയ്ക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1. ചരിത്രപ്രസിദ്ധമായ കുളച്ചൽ യുദ്ധം നടന്ന വർഷമേത്? 1741 ഓഗസ്റ്റ് 10. 2. കുളച്ചൽ യുദ്ധം നടന്നത് ആരെല്ലാം തമ്മിലായിരുന്നു? തിരുവിതാംകൂർ സൈന്യവും ഡച്ച് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയും തമ്മിൽ. 3. കുളച്ചൽ യുദ്ധസമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ആര്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 4. ഒരു ഏഷ്യൻ നാട്ടുരാജ്യം യൂറോപ്യൻ കൊളോണിയൽ ശക്തിയെ പരാജയപ്പെടുത്തിയ ആദ്യ യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധം. 5. കുളച്ചൽ എന്ന സ്ഥലം നിലവിൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്, കന്യാകുമാരി ജില്ല. 6. കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട വിദേശ ശക്തി ഏതാണ്? ഡച്ചുകാർ. 7. യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന് കീഴടങ്ങിയ ഡച്ച് കപ്പൽ വ്യൂഹത്തിന്റെ തലവൻ ആരായിരുന്നു? യൂസ്റ്റാഷ്യസ് ഡി ലെനോയ്. യൂസ്റ്റാഷ്യസ് ഡെ ലെനോയ്. 8. മാർത്താണ്ഡവർമ്മയുടെ കുരുമുളക് വ്യാപാര കുത്തക തടയാൻ ശ്രമിച്ച വിദേശ കമ്പനി ഏത്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി. 9. കുളച്ചൽ യുദ്ധസമയത്ത് മാർത്താണ്ഡവർമ്മയുടെ പ്രധാന ഉപദേശകൻ ആരായിരുന്നു? രാമയ്യൻ ദളവ. 10. ഇന്ത്യൻ മണ്ണിൽ ഡച്ചുകാരുടെ ആധിപത്യം തകർത്ത യുദ്ധമേതാണ്? കുളച്ചൽ യുദ്ധം. 11. കുളച്ചൽ യുദ്ധസമയത്ത് മലബാറിലെ ഡച്ച് ഗവർണർ ആരായിരുന്നു? വാൻ ഇംഹോഫ്. ഗുസ്താഫ് വില്ലം വാൻ ഇംഹോഫ്. 12. കുളച്ചൽ യുദ്ധത്തിനു തൊട്ടുമുൻപ് വാൻ ഇംഹോഫ് മാർത്താണ്ഡവർമ്മയെ ഭീഷണിപ്പെടുത്തിയത് എങ്ങനെയാണ്? തിരുവിതാംകൂർ ആക്രമിക്കുമെന്നും തിരുവനന്തപുരം കൊള്ളയടിക്കുമെന്നും. 13. വാൻ ഇംഹോഫിന്റെ ഭീഷണിക്ക് മാർത്താണ്ഡവർമ്മ നൽകിയ മറുപടി എന്തായിരുന്നു? താൻ യൂറോപ്പ് ആക്രമിക്കുമെന്നും ഹോളണ്ട് കീഴടക്കുമെന്നും. 14. കുളച്ചൽ യുദ്ധത്തിനുശേഷം തിരുവിതാംകൂർ സൈന്യത്തിൽ ചേർന്ന് അതിന്റെ വലിയ കപ്പിത്താൻ പദവിയിലെത്തിയത് ആര്? ഡി ലെനോയ്. 15. തിരുവിതാംകൂർ സൈന്യത്തെ പാശ്ചാത്യ രീതിയിൽ പരിഷ്കരിച്ചതാരാണ്? ഡി ലെനോയ്. 16. കുളച്ചൽ വിജയത്തിനുശേഷം മാർത്താണ്ഡവർമ്മ ഡച്ചുകാരിൽ നിന്ന് പിടിച്ചെടുത്ത പ്രധാന ചരക്ക് എന്തായിരുന്നു? യുദ്ധസാമഗ്രികളും പീരങ്കികളും. 17. കുളച്ചൽ യുദ്ധസമയത്ത് തിരുവിതാംകൂർ സൈന്യത്തിന്റെ പ്രധാന വിഭാഗം ഏതാണ്? നായർ സൈന്യം. 18. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഉപയോഗിച്ച പ്രധാന ആയുധങ്ങൾ എന്തൊക്കെയായിരുന്നു? വാളുകൾ, പരിചകൾ, കുന്തങ്ങൾ, തോക്കുകൾ, പീരങ്കികൾ. 19. കുളച്ചൽ വിജയത്തിന്റെ സ്മരണയ്ക്കായി മാർത്താണ്ഡവർമ്മ നിർമ്മിച്ച സ്മാരകം ഏതാണ്? കുളച്ചൽ വിജയസ്തംഭം. കൊളച്ചൽ വിക്ടറി പില്ലർ. 20. കുളച്ചൽ വിജയസ്തംഭത്തിൽ കൊത്തിവച്ചിരിക്കുന്ന ചിഹ്നങ്ങൾ ഏതെല്ലാമാണ്? തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക ചിഹ്നമായ ശംഖ്. 21. ഡി ലെനോയിയുടെ ഭൗതികശരീരം അടക്കം ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഉദയഗിരി കോട്ട, തമിഴ്നാട്. 22. ഡി ലെനോയിയുടെ മേൽനോട്ടത്തിൽ തിരുവിതാംകൂറിന്റെ അതിർത്തി സംരക്ഷണത്തിനായി നിർമ്മിച്ച പ്രധാന കോട്ട ഏത്? നെടുങ്കോട്ട, ട്രാവൻകോർ ലൈൻസ്. 23. കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയുടെ കിരീടധാരണത്തിന് എത്ര വർഷത്തിനു ശേഷമാണ് നടന്നത്? 12 വർഷം. ഭരണമേറ്റത് 1729. 24. കുളച്ചൽ വിജയത്തിനുശേഷം ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയുമായി ഒപ്പുവെച്ച ഉടമ്പടിയേത്? മാവേലിക്കര ഉടമ്പടി, 1753. 25. മാവേലിക്കര ഉടമ്പടി പ്രകാരം ഡച്ചുകാർ സമ്മതിച്ച പ്രധാന കാര്യങ്ങൾ എന്തൊക്കെ? മാർത്താണ്ഡവർമ്മയുടെ ശത്രുക്കളെ സഹായിക്കില്ലെന്നും വ്യാപാരം നിർത്തിവെക്കുമെന്നും. 26. കുളച്ചൽ യുദ്ധത്തിനുശേഷം തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ ഭൂപടം എങ്ങനെ മാറി? ഒരു ശക്തമായ സൈനിക സാമ്രാജ്യമായി തിരുവിതാംകൂർ മാറി. 27. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കായി യുദ്ധം ചെയ്ത മലയാളി സൈനികരെക്കുറിച്ച് പരാമർശിക്കുന്ന ഗ്രന്ഥമേത്? കുളച്ചൽ യുദ്ധം എന്ന കൃതി. 28. കുളച്ചൽ വിജയത്തെ തുടർന്ന് മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് ഏതു വർഷമാണ്? 1750 ജനുവരി 3. 29. തൃപ്പടിദാനത്തിലൂടെ മാർത്താണ്ഡവർമ്മ രാജ്യം ആർക്കാണ് സമർപ്പിച്ചത്? ശ്രീ പത്മനാഭസ്വാമിക്ക്. 30. കുളച്ചൽ യുദ്ധസമയത്ത് തിരുവിതാംകൂറിന്റെ തലസ്ഥാനം എവിടെയായിരുന്നു? പത്മനാഭപുരം, ഇപ്പോൾ തമിഴ്നാട്. 31. പത്മനാഭപുരം കൊട്ടാരം വിപുലീകരിച്ചതാരാണ്? മാർത്താണ്ഡവർമ്മ. 32. കുളച്ചൽ യുദ്ധത്തിനു മുൻപ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തടയാൻ അവലംബിച്ച തന്ത്രമെന്താണ്? അവരെ കരയിലേക്ക് ക്ഷണിച്ചുവരുത്തി ആക്രമിക്കുക. സ്കോർച്ച്ഡ് എർത്ത് പോളിസി. 33. കുളച്ചൽ യുദ്ധത്തിനു തൊട്ടുമുൻപ് മാർത്താണ്ഡവർമ്മ തന്റെ സൈന്യത്തിന് നൽകിയ നിർദ്ദേശമെന്താണ്?
ശത്രുവിനെതിരെ ജാഗ്രത പുലർത്താനും അവസാന ശ്വാസം വരെ പോരാടാനും. 34 കുളച്ചൽ വിജയത്തിനുശേഷം തിരുവിതാംകൂർ നാവികസേനയുടെ പിതാവായി വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മ. 35 കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടറിയപ്പെടുന്ന മറ്റു പ്രധാന ഡച്ച് ഉദ്യോഗസ്ഥർ ആരെല്ലാം? ഹെൻറി അഡ്രിയൻ വാൻ റീഡ്. 36 വാൻ റീഡ് തയ്യാറാക്കിയ പ്രശസ്തമായ സസ്യശാസ്ത്ര ഗ്രന്ഥം ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. 37 ഹോർത്തൂസ് മലബാറിക്കൂസ് തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച 3 ഈഴവ വൈദ്യന്മാർ ആരെല്ലാം? ഇട്ടി അച്യുതൻ, രംഗഭട്ട്, അപ്പുഭട്ട്. 38 മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിലേക്ക് കൂട്ടിച്ചേർത്ത പ്രധാന പ്രദേശങ്ങൾ ഏതെല്ലാം? ദേശിംഗനാട്, കൊല്ലം, ഇളയിടത്ത് സ്വരൂപം, കൊട്ടാരക്കര, തെക്കുംകൂർ, വടക്കുംകൂർ, അമ്പലപ്പുഴ. 39 ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? മാർത്താണ്ഡവർമ്മ. 40 മാർത്താണ്ഡവർമ്മയുടെ സമാധിസ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രപരിസരം. 41 സി. വി. രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? 1891. 42 മാർത്താണ്ഡവർമ്മ എന്ന നോവലിലെ പ്രധാന വില്ലൻ കഥാപാത്രം ആര്? പത്മനാഭൻ തമ്പി. 43 മാർത്താണ്ഡവർമ്മയെ രക്ഷിക്കാൻ സ്വന്തം ജീവൻബലി നൽകിയ വിശ്വസ്ത സേവകൻ ആര്? ആനന്ദപത്മനാഭൻ നാടാർ. 44 കുളച്ചൽ യുദ്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്ന പ്രധാന പുരാരേഖകൾ ഏതെല്ലാം? കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ പഴയ രേഖകൾ. 45 കുളച്ചൽ വിജയം ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ചെലുത്തിയ സ്വാധീനമെന്താണ്? വിദേശ ശക്തികളെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന വിശ്വാസം നൽകി. 46 കുളച്ചൽ വിജയത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിയ ചരിത്രകാരൻ ആര്? ടി. കെ. വേലുപിള്ള. 47 കുളച്ചൽ യുദ്ധത്തിനുശേഷം തിരുവിതാംകൂർ സൈന്യത്തിന്റെ പ്രധാന ആസ്ഥാനം എവിടെയായിരുന്നു? ഉദയഗിരി കോട്ട. 48 കുളച്ചൽ യുദ്ധത്തിന്റെ സ്മരണാർത്ഥം കേരള സർക്കാർ കുളച്ചലിൽ വിജയസ്തംഭം പുനർനിർമ്മിച്ചത് ഏതു വർഷമാണ്? 2004. 49 കുളച്ചൽ വിജയത്തെ തുടർന്ന് മാർത്താണ്ഡവർമ്മയുടെ സൈന്യം പിടിച്ചെടുത്ത പീരങ്കികൾ ഇപ്പോൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? തിരുവനന്തപുരം മ്യൂസിയത്തിലും മറ്റ് പ്രധാന സ്ഥലങ്ങളിലും. 50 ഇന്ത്യൻ ചരിത്രത്തിൽ മാർത്താണ്ഡവർമ്മ എന്ന പേര് അനശ്വരമാക്കിയ യുദ്ധമേതാണ്? കുളച്ചൽ യുദ്ധം. അപ്പോൾ കൂട്ടുകാരെ, കേരള ചരിത്രത്തിലെ അതിപ്രധാനമായ കുളച്ചൽ യുദ്ധത്തെക്കുറിച്ച് PSC പരീക്ഷകൾക്കായി അറിഞ്ഞിരിക്കേണ്ട 50 പ്രധാന ചോദ്യോത്തരങ്ങൾ നമ്മളിന്ന് ചർച്ച ചെയ്തു. ഈ പോയിന്റുകൾ നിങ്ങളുടെ റിവിഷന് ഏറെ സഹായകരമാകും എന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ ഇമ്പോർട്ടന്റ് ടോപ്പിക് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും PSC പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അടുത്ത ഒരു ക്ലാസുമായി വീണ്ടും കാണാം. നന്ദി.